ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകയിരം 1, 2 പാദ നക്ഷത്ര ജാതരുടെ 2026 മാർച്ച് ഏപ്രിൽ മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു ഇടവക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരിക എന്ന് ചോദിച്ചാൽ, ഏതൊരു ഇടവക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. ചാരവശാലുള്ള ഫല പരിശോധന നടത്തുമ്പോൾ ചാരവശാലുള്ള പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി കൂടെ പരിശോധിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ശനി 11-ലും വ്യാഴൻ 2-ലും രാഹു 10-ലും കേതു 4-ലും. കൂടാതെ സൂര്യചന്ദ്രാദി ഗ്രഹങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള സ്ഥിതിയും അതാത് മാസങ്ങളിലുള്ള സ്ഥിതിയും കൂടെ പരിഗണിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകയിരം 1, 2 പാദ നക്ഷത്ര ജാതരുടെ 2026 മാർച്ച് മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യതകളാണ്. കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നൊരു മാസമാണ് മാർച്ച് മാസം. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമെങ്കിലും അവയൊക്കെ തരണം ചെയ്യുവാനായിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കാനിടയുണ്ട്. തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു കാലഘട്ടമാണ്. സഹോദരർ മൂലമുള്ള ചില നേട്ടങ്ങൾ, ശുപാർശകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തിക സഹായങ്ങളോ ഒക്കെ പ്രതീക്ഷിക്കാം. കുടുംബപരമായിട്ടുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളെ അനുനയത്തിൽ പറഞ്ഞ് അതിന് പരിഹാരം കാണുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഏകദേശം വിജയിക്കുവാനിടയുണ്ട്. മാതാവിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായി സമയം നീക്കി വെക്കേണ്ടി വരും. മാതാവുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടെ ഊഷ്മളമാകാനുള്ള സാധ്യതയുണ്ട്. അതിലേതെങ്കിലും തരത്തിൽ പ്രകോപനപരമായിട്ട് മാതാവ് പെരുമാറുന്നു എങ്കിൽ പോലും അവിടെയും നമ്മൾ ക്ഷമാശീലം ശീലിച്ചുകൊണ്ട് ശാന്തതയോടെ സൗമ്യതയോടുകൂടെ ആ മാതാവുമായിട്ടുള്ള ബന്ധം വഷളാകാതെ സൂക്ഷിച്ചുകൊണ്ട് പോകേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകൾ നേടുക മാത്രമല്ല, അവരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഗുണഫലങ്ങൾ നേടുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലഭിക്കാനിടയുണ്ട്. തൊഴിലിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ വേണ്ടിയൊരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ വിവാഹ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. വീടോ വാഹനമോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതയുണ്ട്. വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ ചില ശത്രുക്കൾ ഏതെങ്കിലും തരത്തിലുള്ള കുതന്ത്രങ്ങൾ ഒപ്പിക്കുവാനും അത് അവസാനം ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളായിട്ട് വരുവാനുമുള്ള സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളിൽപ്പെട്ടവർ തന്നെ ഈ വ്യക്തികളെ, ഈ നക്ഷത്രജാതരെ ഒറ്റിക്കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായേക്കാം. തൊഴിൽപരമായിട്ട് കണ്ണടച്ച് എല്ലാവരെയും വിശ്വസിക്കുവാൻ പറ്റിയൊരു കാലഘട്ടമല്ല. തൊഴിൽ മേഖലയിൽ വളരെ സൗഹൃദം ഭാവിച്ചു നിൽക്കുന്നവർ പോലും നമ്മളുടേതായിട്ടുള്ള ചില വീഴ്ചകൾ, ന്യൂനതകൾ മനസ്സിലാക്കി അധികാര കേന്ദ്രങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത് നമ്മളെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലും കാര്യങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് തന്നെ വളരെയേറെ കരുതലോടുകൂടെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നീങ്ങേണ്ടത്. സാമ്പത്തിക വിഷയങ്ങളിൽ യാതൊരു തരത്തിലുള്ള വേണ്ടാത്ത പരിപാടികളും കാണിക്കരുത്. നിയമവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസവഞ്ചന വിഷയങ്ങളൊക്കെ അകപ്പെടുന്ന രീതിയിലുള്ള ഒരു കാര്യം കാണിക്കരുതെന്ന് മാത്രമല്ല, അത്തരത്തിൽ എന്തെങ്കിലും സഹപ്രവർത്തകർ കാണിക്കുകയാണെങ്കിൽ അതിന് കൂട്ടുനിൽക്കുകയും വരുത്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നിങ്ങളുടെ കുറ്റവാളിയായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ധനകാര്യ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നതിൽ വളരെയേറെ സൂക്ഷിക്കുക. കയ്യബദ്ധം കൊണ്ട് ധനം മറ്റുള്ളവൻ്റെ കൈവശം പോകരുത്. അതുപോലെ തന്നെ കണക്കുകളിൽ തെറ്റുപറ്റുകയും അരുത്. വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. പ്രത്യേകിച്ച് ധനവിഷയങ്ങളിലും തൊഴിൽ മേഖലയിലുമൊക്കെ വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് തീർച്ചയായിട്ടും ആലോചനാശൂന്യമായിട്ട് സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും. അത് വളരെയേറെ കരുതലോടുകൂടി ഇരിക്കുക. ചില പ്രണയാഭ്യർത്ഥനകളും വിവാഹ വാഗ്ദാനങ്ങളും ഒക്കെ വരാനിടയുണ്ട്. അത്തരം കെണികളിൽ അകപ്പെടാതെ അവനവൻ്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. പ്രണയിനികളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ചില പുതിയ വെളിപ്പെടുത്തലുകളോ അറിവുകളോ പ്രണയബന്ധത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന രീതിയിൽ വന്നു ഭവിക്കുവാനും ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതെല്ലാം നമ്മൾ അപ്പാടെ വിശ്വസിക്കണമെന്നല്ല. എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം
പ്രതികരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിനി ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകയിരം 1, 2 പാദം നക്ഷത്രജാതരുടെ 2026 ഏപ്രിൽ മാസത്തിലെ ജ്യോതിഷ ഫലസാധ്യതകൾ എന്താണെന്ന് നോക്കാം. കുടുംബപരമായിട്ട് സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് ചില അഭിപ്രായ ഭിന്നതകൾ വരുവാനുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കഴിഞ്ഞുപോയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് വീണ്ടും ചർച്ചകൾ പൊങ്ങി വരുവാനുള്ള സാധ്യതയുണ്ട്. ഏത് കാര്യത്തിലും ഒരു അലച്ചിൽ പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ്. എന്ത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും ഒരു തടസ്സം, ആ തടസ്സത്തെയും മറികടന്ന് പോയാൽ മാത്രമേ കാര്യവിജയം ഉണ്ടാകുന്നുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും കൊടുത്ത് പഠിച്ചാൽ മാത്രമേ ഗുണമുണ്ടാവുകയുള്ളൂ. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച്, തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ച് തുടക്കം നിരാശയാണെങ്കിലും ക്രമേണ അത് അവരാഗ്രഹിക്കുന്ന തരത്തിലേക്ക് മാറി മാറി വരുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളെല്ലാവരും ഒത്ത് ഏതെങ്കിലും ഒരു യാത്ര, തീർത്ഥാടനമോ ഉല്ലാസയാത്രയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിവാഹ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട യാത്രയോ ഒക്കെ ഉണ്ടാവാം. വിവാഹ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില ചെറിയ ചെറിയ കാര്യതടസ്സങ്ങൾക്കും കാണുന്നുണ്ട്. ഏതൊരു മംഗളകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് യാത്ര തിരിക്കാൻ പ്ലാൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ പ്ലാൻ ചെയ്യുമ്പോഴും ഒരു എതിർ സ്വരം ഈ കാലഘട്ടത്തിൽ കുടുംബത്തിൽ നിന്നും ഉയർന്നു കേൾക്കുവാനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിൽ കാണാവുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടുമെങ്കിലും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ സാമ്പത്തികമായി വഞ്ചിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ജോലി, പ്രതിഫലം ഇവയൊക്കെ തന്നെയാണോ ലഭിക്കാനിടയുള്ളതെന്ന് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളാണെങ്കിൽ അവരാഗ്രഹിക്കുന്ന കോഴ്സിൽ തന്നെയാണോ പ്രവേശനം ലഭ്യമാക്കി നൽകുക എന്നതിനെക്കുറിച്ചൊക്കെ ഒരു അവബോധം ഉണ്ടാക്കിക്കൊണ്ട് വിദേശത്തേക്ക് പുറപ്പെടുന്നതായിരിക്കും നല്ലത്. വളരെ കാലമായിട്ട് മനസ്സിൽ വെച്ച് പുലർത്തുന്ന ചില ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ട്. അത് പഴമയുമായിട്ടോ പുരാവസ്തുവുമായിട്ടോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. അത്തരം കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓർമ്മകൾ തങ്ങുന്ന ചില ഇടങ്ങൾ സന്ദർശിക്കേണ്ടതുണ്ട്. ഓർമ്മകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വ്യക്തികളെ കാണുവാനോ പരിചയം പുതുക്കുവാനോ ബന്ധങ്ങൾ പുതുക്കുവാനോ ഒക്കെ ഉള്ള സാധ്യതയും ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. വിവാഹ വിഷയത്തിലും ഏകദേശം അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥതയാണ് കാണുന്നത്. തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും ഒന്നും വലിയ പ്രതിസന്ധികൾ വരില്ല. കാരണം കാശില്ലാതെ വരെ കടം മേടിച്ചേക്കാം, അതല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് ഏതെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. എന്നതിൽ കവിഞ്ഞ് അത് നഷ്ടപ്പെടുന്ന തരത്തിലേക്കോ ഒരിക്കലും കിട്ടാത്ത തരത്തിലേക്കോ ഒന്നും മാറില്ല. കാരണം ഏകദേശം ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് ഗുണകരമായ നിലയിലാണ്. എങ്കിലും ഇപ്പോൾ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നുവെങ്കിലും പുതിയ ചില തൊഴിൽ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുവാനും അവയെക്കുറിച്ച് മനസ്സിലാക്കി വയ്ക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങോട്ട് ചാടിയാൽ കൊള്ളായിരുന്നു എന്നൊക്കെ തോന്നിയേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ചാടുന്നതായിരിക്കും നല്ലത്. കോപം വളരെയേറെ കുറയ്ക്കണം. ആലോചനാശൂന്യമായിട്ട് വെല്ലുവിളിക്കാനും വാക്കുകൾ പറയാനും ഒന്നും ശ്രമിക്കരുത്. അതൊക്കെ വലിയ തിരിച്ചടികൾ ഭാവിയിൽ ഉണ്ടാക്കി വെക്കും എന്ന തിരിച്ചറിവോടുകൂടെ ശാന്തതയോടുകൂടെ സൗമനസ്യത്തോടുകൂടെ ക്ഷമാശീലത്തോടുകൂടെ ഈ മാസത്തിലും നമ്മൾ മറ്റുള്ളവരുടെ ഇടപെട്ടുകൊണ്ടും അവരുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഗ്രഹസ്ഥതയിൽ നിന്ന് മനസ്സിലാകുന്നത്. എല്ലാവരും അവരവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ശാന്തതയും സമാധാന രീതിയും അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഏറ്റവും കൂടുതൽ വിജയമുണ്ടാകും എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു കാരണവശാലും നമ്മളെ എങ്ങനെയെങ്കിലും കുഴി ചാടിക്കണം, എങ്ങനെയെങ്കിലും നമ്മളെ ഒന്ന് പെടുത്തണം എന്നും പറഞ്ഞ് വരുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ആയിട്ടുള്ളവർ എന്തെങ്കിലും ചതിക്കണികൾ, അത് നമ്മുടെ ദൗർബല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അത്തരം ചതിക്കണികളുമായിട്ട് വന്നാൽ ഒരു കാരണവശാലും ആ ചതിക്കണികളിൽ വീഴാതിരിക്കുക. ചതിക്കണികളിൽ വീണാൽ ദുഷ്കീർത്തിയും അപമാനവും നേരിടേണ്ടി വരും എന്നും നമുക്കിവിടെ മനസ്സിലാക്കാം. ദോഷപരിഹാരം എന്ന് പറഞ്ഞാൽ കുടുംബഭരദേവത അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ആരാധിച്ചു പോരുന്ന ദേവാലയങ്ങളിൽ ദർശനം നടത്തുക, അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക. ഒപ്പം ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കടുംപായസം, രക്തപുഷ്പാഞ്ജലി, കുങ്കുമാഭിഷേകം പോലെയുള്ള കുങ്കുമാർച്ചന പോലെയുള്ള വഴിപാടുകൾ നടത്തുക, പ്രാർത്ഥിക്കുക. ഇതര മതവിശ്വാസികളായിട്ടുള്ളവർ അവരവരുടെ മതവിശ്വാസം അനുശ്വാസിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനകളും ദേവാലയ ദർശനമൊക്കെ നടത്തുക. താല്പര്യമുള്ളവർ നമ്മളിവിടെ നിർദ്ദേശിച്ചിരിക്കുന്ന സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും ദിവസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും
വസ്ത്രങ്ങളുടെ നിറമനുസരിച്ചുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ടും പ്രാർത്ഥന ഒക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഗുണഫലം ഉണ്ടാകും എന്ന് ജ്യോതിഷപരമായിട്ട് നമുക്ക് വിശദീകരിക്കാം. ഇതാണ് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.